നമസ്കാരം. നാളിതുവരെയുള്ള പ്രവർത്തനത്തിൽ ഇന്നലെ ഒരു റെക്കോർഡ് പിറന്നു. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഈ ലോകം മുഴുവൻ തന്നെ ഷിപ്പ് വാച്ചേഴ്സ്, സ്പോട്ടേഴ്സ്, വിമാനം സ്പോട്ട് ചെയ്യുന്നവരുണ്ട്, ട്രെയിൻ സ്പോട്ട് ചെയ്യുന്നവരുണ്ട്, കപ്പൽ സ്പോട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു സംസ്കാരം നമ്മുടെ നാട്ടിലും വന്നു കഴിഞ്ഞു. സെയിലിംഗ് കമന്ററിക്ക് മുമ്പ് തന്നെ പലരും വരുന്ന കപ്പലുകൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതകൾ പഠിക്കുകയും സെയിലിംഗ് കമന്ററിയെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 പേരാണ് കൃഷ്ണൻ, അക്ഷയ് തുടങ്ങിയവർ. ഒരു റെക്കോർഡിട്ട വിവരം അക്ഷയാണ് സെയിലിംഗ് കമന്ററി അറിയിച്ചത്. ആദ്യമായിട്ട് 600 മീറ്ററിൽ അതിന് മുകളിലായി വാർഫിൽ 2 വെസലുകൾ, വിവിയാനയും സരിയാത്രി. വിവിയാന മദർ വെസൽ ഓൾമോസ്റ്റ് 400 മീറ്റേഴ്സ് ആണ്, 399.98 അതാണ് വിവിയാനയുടെ നീളം. സരിയ 207.3. അപ്പോൾ രണ്ടും കൂടി 607.28 മീറ്റർ എന്നുള്ള വാർഫിന്റെ നീളത്തിലോട്ട് ഒരേ സമയം 2 കപ്പലുകൾ നിൽക്കുകയാണ്. റിപ്പോർട്ടിന്റെ പ്രത്യേകത വിവിയാനയുടെ 2ാമത്തെ വരവാണ്. കഴിഞ്ഞ ദിവസം സെയിലിംഗ് കമന്ററി പറഞ്ഞിരുന്നത് ശരാശരി ഒരു വെസൽ ഒരു വർഷം ഒരു പോർട്ടിൽ എത്ര പ്രാവശ്യം എത്തും. നമ്മുടെ കണക്കനുസരിച്ച് ഏകദേശം 5 പ്രാവശ്യം എന്നാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ വിവിയാന കണക്ക് ഈ മാസം തന്നെ തെറ്റിച്ചു. നവംബറിൽ തന്നെ തെറ്റിച്ചു. നവംബർ 1-നാണ് വിവിയാന ഇതിനു മുമ്പ് ഇവിടെ വന്നത്. ഇപ്പോൾ 23 ആയപ്പോൾ ഇന്നലെ എത്തി. കേവലം 22 ദിവസത്തിനുള്ളിൽ 400 മീറ്ററോളം നീളമുള്ള മദർ വെസൽ വിഴിഞ്ഞത്ത് 2ാമത് വന്നിരിക്കുകയാണ്. അതിൻ്റെ റൂട്ട് ഏകദേശം അവരുടെ ഷിക്ര എന്ന് പറയുന്ന ഒരു സർവീസാണ്. ഷിക്ര സർവീസിലാണ് ഇത് വരുന്നത്. സിംഗപ്പൂരിൽ നിന്ന് തുടങ്ങി നമ്മുടെ പോർട്ടിൽ വരികയും അവിടെ നിന്ന് മുണ്ട്രൈ പോവുകയും മുണ്ട്രയിൽ നിന്ന് പിന്നെ കറാച്ചിയായിരുന്നു പോയത്. കറാച്ചി പോയിട്ട് വീണ്ടും തിരിച്ച് JNPT നവശേവയിൽ വന്നു. അവിടെ നിന്ന് ഖലീഫ പോർട്ട്, അബുദാബിയിലെ ഖലീഫ പോർട്ടിലോട്ട് പോയി. അബുദാബിയിലെ ഖലീഫ പോർട്ടും MSCയുടെ ഒരു ആങ്കർ പോർട്ടാണ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ MSC ഗൾഫ് മേഖലയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഖലീഫയിൽ നിന്നാണ് വിഴിഞ്ഞത്തോട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു സിക്സാഗ്. ഇനി വിഴിഞ്ഞത്ത് നിന്ന് നേരെ സിംഗപ്പൂരിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സിംഗപ്പൂർ ടു സിംഗപ്പൂർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഷിക്ര സർവീസിനെ പറയാം. സിംഗപ്പൂരിൽ നിന്ന് പ്രധാനപ്പെട്ട പോർട്ടുകൾ കറങ്ങി ചുറ്റി തിരിച്ച് സിംഗപ്പൂരിലെത്തുന്ന ഒരു റൂട്ട്, അതാണ് ഷിക്ര. 22/11/24 മുതൽ 23/11/24 21 ദിവസം മാസത്തിൽ 2ാമത്തെ തവണ വിവിയാന എത്തുന്ന വിവരവും വളരെ സന്തോഷത്തോടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. നാനൂറ് മീറ്ററുള്ള കപ്പലൊക്കെ വന്ന് ഇടി കൊടുക്കുന്നത് കൊണ്ടാവാം വിഴിഞ്ഞം കോൺക്ലേവ് ഒന്ന് അനങ്ങി തുടങ്ങി. ഉത്തരത്തിൽ ചത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആരൊക്കെയോ ഓടിപ്പിടച്ചെത്തി സൈറ്റ് ഒന്ന് നോക്കിയ ലക്ഷണമുണ്ട്. ഒരു ലിങ്കും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിടത്തൊക്കെ ഓരോ വരി ആരോ എഴുതി ചേർത്തു. അതിനകത്തും വങ്കത്തരങ്ങളും കൂടുതലുണ്ട്. സ്പീക്കർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ലിങ്ക് സ്പീക്കറാണ്, ഒറ്റയാളെ സംസാരിക്കുകയുള്ളൂ. ഈ പറയുന്ന 2 ദിവസത്തെ 2ആണോ എനിക്ക് മറന്നുപോയി, 2 ദിവസത്തെ കോൺക്ലേവിൽ ഒറ്റയാളെ സംസാരിക്കുകയുള്ളൂ, സ്പീക്കർ. നമ്മുടെ നിയമസഭാ സ്പീക്കറാണോ എന്നറിയില്ല. എന്തായാലും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ 2 വരി എഴുതാൻ അവരിപ്പോൾ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഇൻസ്പയറിംഗ് വോയിസസ് കമ്മിങ് സൂൺ. സ്പീക്കറിൻ്റെ ആണ്, നിയമസഭാ സ്പീക്കറിൽ നിന്ന് ഇൻസ്പയറിംഗ് വോയിസസ് കമ്മിങ് സൂൺ. Our speakers are gearing up to shape the future of trade. 2ാമത് സ്പീക്കേഴ്സായി
ആദ്യ സ്പീക്കർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ സ്പീക്കേഴ്സ്. അവർ സ്പീക്കേഴ്സ് ആർ ഗിയറിംഗ് അപ്പ് ടു ഷേപ്പ് ദ ഫ്യൂച്ചർ ഓഫ് ട്രേഡ്. ചെക്ക് ബാക്ക് സൂൺ ഫോർ ദ ഫുൾ ലൈനപ്പ്. 12 പേരുടെ ടീം നിരത്താൻ പോവുകയാണ്. 11 പേര് അല്ലേ, 11 പേര്, ക്രിക്കറ്റിലെ 11 പേര് ലൈനപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. ആദ്യം ആ തെറ്റൊന്ന് തിരുത്തണം. ഒന്നിൽ കൂടുതൽ പേർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഹോം പേജിൽ ഒരു എസ് കൂടെ ഇടണം. ഞങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കരുത്. രണ്ടാമത്തത്, സ്റ്റേ ട്യൂൺഡ്. അവർ ഈവന്റ് ഷെഡ്യൂൾ, എന്തൊക്കെയാണ് വരാൻ പോകുന്ന കലാപരിപാടികളാണ്, അവർ ഈവന്റ് ഷെഡ്യൂൾ ഈസ് ഓൺ ദ വേ. ചെക്ക് ബാക്ക് സൂൺ ഫോർ അപ്ഡേറ്റ്സ് ഓൺ എക്സൈറ്റിംഗ് സെഷൻസ്, കീനോട്ട് സ്പീക്കേഴ്സ് ആൻഡ് മോർ. ആളുകൾ ആരും ആയില്ല ഇതുവരെ, സ്പീക്ക് ചെയ്യാനുള്ള ആളുകളെ ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇവിടെ സ്പീക്കേഴ്സാണ്. അപ്പോൾ ഹോം പേജിൽ തെറ്റ് പറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് വേണം, ഒരു വട്ടമിട്ട് വേണം ആ എസ് എഴുതി ചേർക്കാൻ. അടുത്തത്, അവർ ഈവൻ പാർട്ട്നേഴ്സ്, ആളുകളെ കണ്ടുപിടിക്കുകയാണ്, പാർട്ട്ണർമാർ. വി ആർ എക്സൈറ്റഡ് ടു ടീം അപ്പ് വിത്ത് സം അമേസിംഗ് പാർട്ട്നേഴ്സ്. സാധാരണക്കാരൊന്നുമല്ല കേട്ടോ, അമേസിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദിസ് ഈവന്റ്. സ്റ്റേ ട്യൂൺ ടു സീ ഹൂ ഇസ് ഓൺ ബോർഡ്. ആരാണ് വരാൻ പോണതെന്നോ. സന്ത്യാഗോ മാർട്ടിൻ എന്നൊക്കെയുള്ള ചില പ്രശസ്തമായ പേരുകൾ പണ്ടുണ്ടായിരുന്നു. അവരൊക്കെയാണോ എന്നറിയില്ല പാർട്ട്നേഴ്സായിട്ട് വരാൻ പോകുന്നത്. ഈവൻ ക്രാഫ്റ്റേഴ്സ് ടു മാസ്റ്റർ മൈൻഡ്സ് ബിഹൈൻഡ് ദ ഈവന്റ് ആർ വർക്കിംഗ് ദെയർ മാജിക് ടു ബ്രിങ് യു സംതിങ് സ്പെഷ്യൽ. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു മാജിക് തന്നെയാണ്. ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് കൊന്നു വച്ചിരിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഹോഡിനി മാജിക് തന്നെയാണ്. ചെക്ക് ബാക്ക് സൂൺ ടു മീറ്റ് ദ ഈവൻ ക്രാഫ്റ്റേഴ്സ്. ഈവൻ ക്രാഫ്റ്റേഴ്സിനെ നമ്മൾ കാണണം. അവർക്ക് വേണ്ടി നമ്മൾ ചെക്ക് ബാക്ക് സൂൺ ടു മീറ്റ് ദി ഈവന്റ്. അറ്റ്ലീസ്റ്റ് സെയിലിംഗ് കമ്മിറ്റി വിചാരിച്ചപ്പോൾ ഈ 4 വരി സൈറ്റിൽ എഴുതി ചേർക്കാൻ കഴിഞ്ഞു. അത് തന്നെ വലിയ നിർവൃതിക്ക് കാരണമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ മാജിക്കുകൾ കാണാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരത്തെ മനു നമ്മുടെ വേൾഡ് ഒഡിസി കപ്പലിന്റെ കഥ കണ്ടപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവം പങ്കുവച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, കപ്പലിനെ, വേൾഡ് ഒഡിസിയെ നേരിട്ട് കാണാൻ പറ്റി. പക്ഷേ ഒരു കാര്യം അദ്ദേഹത്തിന് കണ്ട സമയത്ത് ഒരു സംശയമായിരുന്നു. സെമസ്റ്റർ അറ്റ് സീ എന്ന് കപ്പലിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റിയില്ല. വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നവർക്ക് സെമസ്റ്റർ അറ്റ് സീ, അപ്പോൾ അന്നേരം അത് മനസ്സിലായില്ല എന്ന് മനു പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കപ്പലിൽ സെമസ്റ്റർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പിടികിട്ടിയില്ല. സെയിലിംഗ് കമ്മിറ്റി കണ്ടപ്പോഴാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന ഒരു കപ്പലായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കൊച്ചിയിലെ ക്രൂയിസ് ടെർമിനലിൽ വെച്ച് കുറച്ച് എടുത്ത പടങ്ങൾ അദ്ദേഹം നമുക്ക് അയച്ചു തന്നു. ഇനി ക്വിസ് പ്രോഗ്രാമിന്റെ ഉത്തരത്തിലോട്ട് വരാം. ഏകദേശം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ലല്ലോ. ഇന്ന് രാത്രി മുഴുവൻ വരാമല്ലോ. ഇപ്പൊ തന്നെ ഏകദേശം 15 പേരോളം ഉത്തരങ്ങൾ നൽകി. മിക്കവാറും പേരുടെ ഉത്തരങ്ങൾ ക്രൂ ചേഞ്ചാണ്. ഞാനതിൻ്റെ വ്യാഖ്യാനത്തിലോട്ട് പോകുന്നില്ല. നമുക്ക് കേവലം 22 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. 22 മിനിറ്റിനുള്ളിൽ ക്രൂ ചേഞ്ച് നടത്താൻ പറ്റുമോ? വളരെ വളരെ റിസ്ക്കാണ്. ഈ ഗോളെന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്രൂ ചേഞ്ച് നടത്താറുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും 22 മിനിറ്റിനുള്ളിൽ അത് സാധ്യമാണോ എന്നൊരു സംശയം. പിന്നെ ചിലർ പറഞ്ഞത് ബങ്കറിംഗ് ആണ്, ഫ്യൂവൽ കൊടുക്കാൻ വേണ്ടിയായിരിക്കാം 22 മിനിറ്റ്. പിന്നെ ഒരാൾ പറഞ്ഞത് സാന്റോ ആണെന്ന് തോന്നുന്നു, പൈലറ്റിന് കയറാൻ വേണ്ടിയാണ്. പൈലറ്റിന് കയറണമെങ്കിൽ പൈലറ്റ് കയറി കഴിഞ്ഞാൽ തിരിച്ച് വാർഫിലോട്ട് കൊണ്ടുവരണം വെസലിനെ. ഗോളിൽ അങ്ങനെ വെസലിനെ വാർഫിലോട്ടൊന്നും കൊണ്ടുപോകുന്നില്ല, പോകുന്ന വഴിക്ക് അവിടെ ഒന്ന് നിർത്തിയാണ്. അപ്പോൾ പൈലറ്റ് കയറുക എന്നുള്ളത് ഒരു അസാധ്യമായ കാര്യമാണ്. വളരെ രസകരമായ 2 കാര്യങ്ങളുണ്ടായി. ഒന്ന്, മണ്ണാർക്കാടുള്ള അൽഫ്ല, 12ാം ക്ലാസ് പ്ലസ് 2 വിദ്യാർത്ഥിയാണ്. അൽഫ്ല മണ്ണാർക്കാട് പറഞ്ഞത് വളരെ കൺസേൺ ആണ് അദ്ദേഹത്തിന്. ഒരു പക്ഷേ അവിടെ തിമിംഗലം, ഡോൾഫിൻ എന്നിവ എന്തെങ്കിലും അവിടെ കണ്ടിരിക്കാം. ഒരിക്കൽ സെയിലിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിരുന്നു, ശ്രീലങ്കയുടെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ തിമിംഗലങ്ങൾ ഉള്ളതുകൊണ്ട് കപ്പലുകൾ കുറച്ചുകൂടി ഉൾക്കടലിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു.
മിക്കവാറും അഫ്ല ആ സെയിലിംഗ് കമന്ററി കണ്ടിരുന്നത് കൊണ്ടായിരിക്കാം തിമിംഗലം, ഡോൾഫിൻ ഒക്കെ അവിടെ ഉള്ളത് കൊണ്ട് കപ്പലൊന്ന് നിർത്തി അവയ്ക്ക് പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തെന്നാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി മനസ്സ് പറയുന്നത്. വേറൊരാൾ, ഞാൻ പേര് നോട്ട് ചെയ്യാൻ മറന്നുപോയി, മെറ്റായോട് ചോദിച്ചു ഈ 22 മിനിറ്റ് കൊളംബോ ശ്രീലങ്കയുടെ പുറംകടലിൽ എന്തുകൊണ്ട് കപ്പൽ നിർത്തി? ഉത്തരം കൊടുക്കണം. മെറ്റായും വഴി തെറ്റിച്ചു. കറക്റ്റായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ കറക്റ്റായിട്ടുള്ള ഉത്തരം ഒരാൾ പറഞ്ഞു. അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പറഞ്ഞയാൾ ഒരു സെയിലറാണ്. കപ്പലിൽ പലതവണ സഞ്ചരിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കുന്നത് ശരിയല്ല. നാളെയും കൂടെ നോക്കിയിട്ട് വേറെ ആരും പറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമ്മാനം കൊടുക്കാം. ചേർത്തലയിലെ സുധിയാണ്. നേരത്തെ സെയിലിംഗ് കമന്ററിയിൽ അദ്ദേഹത്തിൻ്റെ പേരും അനുഭവവും മസാല ദോശ കണ്ടെയ്നറിൽ കൊണ്ടുപോയ കഥയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സുധി കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു സെയിലർ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് മത്സരിക്കാൻ ഒരു ഈക്വൽ സ്റ്റാറ്റസ് നൽകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ പറഞ്ഞതൊന്നുമല്ല ഉത്തരം. ക്രൂ ചേഞ്ച് അല്ല, പൈലറ്റ് അല്ല, ബങ്കറിംഗ് അല്ല, തിമിംഗലമല്ല, ഡോൾഫിൻ അല്ല, മെറ്റ പറഞ്ഞതുമല്ല. ഉത്തരം മറ്റൊന്നാണ്. നമ്മുടെ കുറച്ചുകൂടെ ആലോചിക്കാനും ചിന്തിക്കാനും വ്യാഖ്യാനിക്കാനും ഒക്കെ ആയിട്ട് ഒരവസരം കൂടി നൽകുന്നു. 24 മണിക്കൂർ കൂടി നൽകുന്നു. അതിനിടയ്ക്ക് ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ഇനിയൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവില്ല. സമ്മാനം സുധിക്ക് പോകുന്നതായിരിക്കും.